ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതിമത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലുഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവചകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വരശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവചകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യമെടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ. എൻ്റെ പേര് കൃഷ്ണേന്ദു. ഞാൻ രാമപുരം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷത്തോളമായി. എന്നെ ഇവിടെ ആദ്യമായി വന്നത് എൻ്റെ അപ്പച്ചിയായിരുന്നു. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ആശുപത്രിയിൽ പോവുകയും മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ അടുത്ത് പോയതിനു ശേഷം എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ എന്തുണ്ടെങ്കിലും അമ്മയെ വിളിക്കും. എനിക്ക് ഒരു ദിവസം തലവേദന വന്നപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞു കോവിലിന് പട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ പട്ട് കൊടുത്തു. ഇപ്പോൾ അങ്ങനെ പറയില്ല. കോവിലത്തേക്ക് 1 രൂപയോ 2 രൂപയോ മാറ്റി വയ്ക്കാൻ അമ്മ പറയും. ഞാൻ അമ്മ പഠിപ്പിച്ച കുറച്ച് മന്ത്രങ്ങൾ ഇവിടെ ചൊല്ലാം. ബ്രഹ്മഋഷിക അനുഷ്ഠുപ് ചന്ദഃ ശ്രീ തൃസിംഹോ മഹാവിഷ്ണുർ ദേവതാ മൂമീഹം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം ത്രിസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമേഹം. ഓം കൽക്കിദേവൻ അവതരിച്ചു. ശ്രീഹതയായി അവതരിച്ചു. ലോക നന്മയ്ക്കായി അവതരിച്ചു. ഭാരതി അമ്മയിലൂടെ അവതരിച്ചു. കൈലാസവാസ കനക തശോഭ ഗൗരി ശങ്കര വിശേഷ ശ്മശാനവാസ ചിദംബരേശ നീലകണ്ഠ ശ്രീ മഹാദേവ. അന്തമില്ലാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നിന്ദ്രുവഴി നീക്കിക്കളഞ്ഞുടൻ അന്ധകാലത്ത് മുക്തിയെ നൽകുവാൻ ബന്ധു നീയല്ലാതില്ലമേ ഗോവിന്ദ. നന്ദി. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.